Good morning. Welcome to today's class. Last class ഫുഡിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡൈജഷന്റെ ഫലമായിട്ടുണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസ്, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്നിവയെ ബോഡി അബ്സോർബ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുള്ളത്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഡിഫറെന്റ് പ്രോസസ്സസ് that help in absorption, then the role of large intestine in എന്നിവയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Our next topic is absorption begins. The absorption of simple nutrients begins in the small intestine. Let us see how far is the structure of small intestine suitable for this process. ഡൈജസ്റ്റഡ് ഫുഡിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ സ്ട്രക്ചർ ഇതിന് എത്രമാത്രം സ്യൂട്ടബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഹിയർ യു ക്യാൻ സി ദ ഇന്നർ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഇന്നർ വാൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സം പോർഷൻ ഈസ് enlarged. Here we can see some finger-like projections in the inner wall of small intestine. കുറെ finger-like projections നമുക്കിവിടെ കാണാൻ സാധിക്കും. These finger-like projections are called villi. ഇതിനെ villi എന്നാണ്. ഒരെണ്ണത്തിന് villus എന്ന് പറയുന്നത്. സിംഗുലർ ഈസ് villus, പ്ലൂറൽ ആണ് villi. So what are villi? Villi are small finger-like projections seen on the walls of intestine. And these villi are covered with a single layer of cells. ഒരു സിംഗിൾ ലെയർ സെല്ല് കൊണ്ടാണ് ഈ വില്ലസിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫ് വെസൽസ്. ബ്ലഡ് വെസൽസ് റെഡ് കളർ ബ്ലഡ് വെസൽസ് ആണ്, യെല്ലോയിഷ് കളർ കാണുന്നത് ലിംഫ് വെസൽ, ബ്ലൂ കളർ വെയിൻ ആണ്. ദ വില്ലി ആർ പ്രൊവൈഡഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫ് കാപ്പിലറീസ്. And the function of villus is to increase the surface area of absorption. Area of absorption increase ചെയ്യുക എന്നുള്ളതാണ് വില്ലസിന്റെ ഫംഗ്ഷൻ. So what is the structure of villus? Structure of villus. Villi are small finger-like projections seen on the walls of intestine, and they are covered with a single layer of cells. They contain blood capillaries and lacteals or lymph vessels. The length of small intestine we have learned earlier. Small intestine is about 5 to 6 meter long. It is seen in the abdominal cavity. Then the simple nutrients formed as a result of digestion, that is glucose, fructose, galactose, amino acids, fatty acid and glycerol are absorbed into the blood vessels and lymph vessels. Glucose, fructose, galactose and amino acid absorb ചെയ്യുന്ന blood ആണ്. And fatty acid and glycerol are absorbed by the lymph vessel. And the absorption of glucose, fructose and galactose take place by simple diffusion. Simple diffusion വഴിയാണ് ഇത് ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യുന്നത്. യു നോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡിന്റെയൊക്കെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അവിടെ നിന്ന് അത് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ ഓൾസോ അബ്സോർബ്ഡ് into the lymph vessel. It is also by diffusion. But the absorption of fatty acid and glycerol is by simple diffusion, and absorption of glucose, fructose and galactose take place by facilitated diffusion. Facilitated diffusion എന്ന് പറഞ്ഞാൽ diffusion with the help of some carrier proteins. സെൽ വോളിലുള്ള ചില പ്രോട്ടീൻസിന്റെ സഹായത്താലാണ് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഈസ് ഡിഫ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട നോട്ട്സ്
സ്ട്രക്ചർ ഓഫ് വില്ലസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. വില്ലസിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമാണ്. വില്ലസിന്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ദ ഇന്നർ വോൾ ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. They are covered with a single layer of cells. They contain blood capillaries and lacteals or lymph vessels. ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വില്ലൈ? വില്ലയുടെ ഫംഗ്ഷൻ എന്താണ്? വില്ലൈ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ ആവശ്യമായ ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് വില്ലസിന്റെ ഫംഗ്ഷൻ. Villi increase the surface area of absorption of nutrients in the small intestine. That is a function of villi. Next question, how is water soluble nutrients absorbed into blood? Water soluble nutrients, that is glucose, fructose, galactose and amino acids are absorbed into the blood by a process called facilitated diffusion. Next question, what is facilitated diffusion? Facilitated diffusion is diffusion with the help of protein molecules present in the cell membrane. സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ മോളിക്യൂളിന്റെ പ്രസൻസിൽ നടക്കുന്ന ഡിഫ്യൂഷനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻടു ലിംഫ്. ലിംഫിലേക്ക് സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ. വിച്ച് ആർ ദ സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ് ടു ലിംഫ്? യെസ്, ദേ ആർ ഫാറ്റി ആസിഡ് ആൻഡ് glycerol. And how is it absorbed? Fatty acid and glycerol are absorbed by lymph in the lacteals by simple diffusion. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്, അതായത് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറഞ്ഞുള്ള സ്ഥലത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുക. ദറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഹിയർ യു ക്യാൻ സീ ഫിഗർ ഷോയിങ് ഡിഫ്യൂഷൻ. ദിസ് ഇസ് എ റീജിയൻ ഹാവിംഗ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ്. Here the concentration is low. The molecules from higher concentration move to the region of lower concentration till the concentration become equal. Concentration equal ആകുന്നതുവരെ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള റീജിയനിലേക്ക് കുറവുള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ ഈക്വൽ ആയി കഴിയുമ്പോൾ ആ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. ദിസ് ഈസ് ഡിഫ്യൂഷൻ. അപ്പം ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ are absorbed into the lymph by diffusion, simple diffusion. And glucose, fructose, galactose and amino acids are absorbed into the blood by facilitated diffusion. That we said the diffusion with the help of some carrier protein. Carrier proteins ന്റെ സഹായത്താൽ നടക്കുന്ന diffusion ആണ് facilitated diffusion. Next is absorption of water. How does water molecule absorbed into the blood? Absorption of water molecule take place by osmosis. Osmosis എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ് വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ ഓസ്മോസിസ് എന്ന പ്രോസസ് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. The movement of molecules from a region of higher concentration to a region of lower concentration through a semi-permeable membrane. നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ ആണ്. അപ്പോൾ ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടർ മോളിക്യൂള് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു വാട്ടർ മോളിക്യൂൾസ്. ഇത് വാട്ടർ മോളിക്യൂൾസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മറ്റ് മോളിക്യൂൾസ് ഒന്നും ഓസ്മോസിസ് വഴിയല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ റീജിയനിൽ നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമില്ല. ദാറ്റ് ഈസ് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനനുസരിച്ചാണ് ഇത് വരുന്നത്. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. എന്നാൽ ഇൻ സം സിറ്റുവേഷൻസ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ടേക്ക് പ്ലേസ് എഗൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എന്നുവെച്ചാൽ കോൺസെൻട്രേഷൻ കുറവുള്ള റീജിയനിൽ നിന്ന് കൂടുതലുള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യും. ദിസ് ടേക്ക് പ്ലേസ് with the help of some carrier proteins or utilizing energy. ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ, സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കും, ഇല്ലെങ്കിൽ എനർജി യൂട്ടിലൈസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ടേക്ക് പ്ലേസ് when the concentration of glucose and salt decrease in small intestine
അബ്സോർഷൻ ടേക്ക് പ്ലേസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഒന്നുകിൽ എനർജി യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ ചില കാരിയർ പ്രോട്ടീൻസിന്റെ സഹായത്താൽ നടക്കും. ഇങ്ങനെയുള്ള അബ്സോർഷൻ നടക്കുന്നത് എഗൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. എന്നുവെച്ചാൽ കോൺസെൻട്രേഷൻ കുറവുള്ള റീജിയനിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഇപ്പൊ ചില കേസിൽ നമുക്കറിയാം, എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഗ്ലൂക്കോസിന്റെയും സോൾട്ടിന്റെയും ഒക്കെ എമൗണ്ട് കൂടി നിൽക്കുകയില്ല. ചില സമയങ്ങളിൽ അത് കുറവായിരിക്കും. എങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഗ്ലൂക്കോസിനെയും സോൾട്ടിനെയും ഒക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. അത് എനർജി യൂട്ടിലൈസ് ചെയ്തായിരിക്കും നടക്കുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പം ഇത് വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. വിച്ച് ആർ ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ അബ്സോർഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Diffusion are of two types, simple diffusion and facilitated diffusion. Then try the differences and similarities between simple diffusion, facilitated diffusion and osmosis. അതിന്റെ ഡിഫറൻസ് എഴുതാൻ പറയുമ്പോൾ അത് മൂന്നും ടാബുലേറ്റ് ചെയ്ത് 3 കോളമായിട്ട് ഓരോന്നും എന്താണെന്ന് ഡെഫിനിഷൻ എഴുതുക. Then absorption of glucose. Absorption of glucose take place by facilitated diffusion. In some cases, when the concentration of glucose in the small intestine is less, active transport take place. അത്രയാണ് അവിടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ ആൻസേഴ്സ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ റോൾ ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ ഇൻ ദ പ്രോസസ് ഓഫ് അബ്സോർഷൻ. ഓൾമോസ്റ്റ് ഓൾ ദ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ച് മിക്കവാറും എല്ലാ ന്യൂട്രിയൻസിനെയും അബ്സോർബ് ചെയ്ത് കഴിയും. അതിന്റെ ബാക്കിയുള്ള ഡൈജസ്റ്റീവ് വേസ്റ്റ് left after the absorption of nutrients move towards the large intestine. But digestive waste enter the large intestine. There, a major portion of salt and water is absorbed. വാട്ടറും സോൾട്ടും അബ്സോർബ് ചെയ്യുന്നത് ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചാണ്. അതേപോലെ there are certain bacteria living in the large intestine produce vitamin K. ലാർജ് ഇൻഡസ്റ്റൈനിൽ റിസൈഡ് ചെയ്യുന്ന ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് വിറ്റാമിൻ കെ ഈസ് ഓൾസോ absorbed in the large intestine. The digestive waste stored in the rectum are eliminated out through the anus. ഈ digestive wasteനെ റെക്ടത്തിൽ സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം അത് anus വഴി എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. And it requires 4 to 5 hours to complete our digestion. Here you can see a graffiti. What is graffiti? Pictures or words painted or drawn on a wall or a building etc. അതായത് ചുമരുകളിൽ എഴുതുന്നതാണ്. ഇതൊരു ഇറ്റാലിയൻ വേർഡാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് റിട്ടൺ? ഇംപ്രൂവ് ദ ഫുഡ് ക്വാളിറ്റി ആൻഡ് കീപ് ഡിസീസസ് എവേ. ഫൈബർ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഫുഡ്. അവോയ്ഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡ്. ഹെൽത്ത് മാറ്റേഴ്സ് മോർ ദാൻ ടേസ്റ്റ്. എന്നിട്ട് ഒരു കുട്ടി ചിന്തിക്കുന്നതാണ്, ഇഫ് ഇൻഡൈജസ്റ്റബിൾ ഫൈബേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് വിൽ ഇറ്റ് കോസ് ഇൻഡൈജഷൻ? വാട്ട് ആർ ഫൈബേഴ്സ്? നാരുകൾ. ഫൈബേഴ്സ് പറഞ്ഞാൽ നാരുകളാണ്. റഫേജ് എന്ന് പറയും. ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടാണ് ഈ ഫൈബേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെല്ലുലോസ് ഫൈബേഴ്സ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനില്ല. ഇറ്റ് റിമെയിൻ അൺഡൈജസ്റ്റഡ്. ഫൈബേഴ്സ് ഡൈജസ്റ്റ് ചെയ്യില്ല. ഇത് അൺഡൈജസ്റ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷേ ദിസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി. ഫൈബേഴ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വളരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും. ദേ ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ പ്രോസസ്, ഈസ് ഡെഫിക്കേഷൻ. ഡെഫിക്കേഷൻ ഈസി ആക്കും. ഡെഫിക്കേഷൻ മീനിങ് എലിമിനേഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ roughage or fibers are very essential for a healthy digestive system. So what is the importance of roughage for a healthy digestive system? Yes, fibers or roughages help in absorption process, ease defecation and protect the health of digestive system. Then avoid fast food and junk food. This fast food and junk food create some health problems. These food items contain plenty of oil. 3 oil ഉണ്ട്. This oil
increases the cholesterol level in blood. It leads to heart diseases, increased blood pressure, heart attack, etc. And harmful chemical substances added to food to enhance its taste and color. ഫുഡ് ഐറ്റത്തിന്റെ കളറും ടേസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ചില കെമിക്കൽ കളേഴ്സ് ആഡ് ചെയ്യും. Chemical substances are added to food to increase its taste and color. It is also very harmful. It leads to gastric diseases like ulcer and even cancer itself. നമുക്ക് സ്റ്റൊമക്കില് അൾസർ ഉണ്ടാകാൻ അതുപോലെ ക്യാൻസർ ഉണ്ടാകാൻ വരെയും ഇത്തരം കെമിക്കൽ സബ്സ്റ്റൻസസ് കാരണമാണ്. സോ വെൻ വി സെലക്ട് ഫുഡ് ഐറ്റംസ്, ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത്, നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ടേസ്റ്റ്. ടേസ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത് മോർ ദാൻ ടേസ്റ്റ്. ഹെൽത്ത് ത്രൂ ഫുഡ് ഷുഡ് ബി അവർ മോട്ടോ. നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആഹാരത്തിലൂടെ ആരോഗ്യം എന്നാണ്. ഹെൽത്ത് ത്രൂ ഫുഡ്. സോ വി ഷുഡ് ബി വെരി വൈസ് വൈൽ സെലക്ടിങ് ഓർ ഇൻക്ലൂഡിംഗ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്. ഇപ്പൊ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീഡിയോ കാണുക. ഇത് കൂടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഡിസ്കഷനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ കണ്ടെത്തി നോട്ട്ബുക്സിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക.